ഹലോ, ഹോട്ടലിൽ നിന്ന് പൊറോട്ടയുടെ കൂടെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വലിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റി കിട്ടുമ്പോൾ അതിലേക്ക് 2 വലിയ തക്കാളിയും 5 പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വഴറ്റി കിട്ടിയതിന് ശേഷം 1 ഉണ്ട വെളുത്തുള്ളിയും 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി കഷ്ണവും ചതച്ചതു ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 750 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് കിട്ടിയാൽ അതിലേക്ക് കഴുകി വെച്ച മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഉണ്ടാക്കുമ്പോൾ ചട്ടകം കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനായതുകൊണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 നെല്ലിക്കയുടെ അത്രയും വലുപ്പത്തിലുള്ള പുളിയെടുത്ത് അതിൻ്റെ വെള്ളം ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ചതിനു ശേഷം അതിലേക്ക് 2 തണ്ട് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ.